ഹായ് ഓൾ, ഏവർക്കും VPK ലേണിങ്സിൻ്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡിസംബർ 3-ാം തീയതി ഇന്നത്തെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ പോയിൻ്റ്, ഇന്ന് ഡിസംബർ 3-ാം തീയതി ലോക വികലാംഗ ദിനമാണ്. ഓക്കെ, ലോക വികലാംഗ ദിനം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വേൾഡ് ഡേ ഓഫ് ഹാൻഡിക്യാപ്ഡ്, അല്ലെങ്കിൽ എന്ത് പറയാം, ഇൻ്റർനാഷണൽ ഡേ ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി. ഓക്കെ, അതായത് IDPD. ഓക്കെ, IDPD എന്നറിയപ്പെടുന്ന ദിനമാണ് ഡിസംബർ 3 എന്ന് പറയുന്നത്. വികലാംഗരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭാവി കെട്ടിപ്പടുക്കാനും ചെയ്യുക എന്നതാണ് ഈ ഒരു ദിനത്തിൻ്റെ ലക്ഷ്യം. ഓക്കെ, ഈ ഒരു ദിനം ആചരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, വികലാംഗന്മാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, അതുപോലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭാവി കെട്ടിപ്പടുക്കുക എന്നാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിക്കേ. റിസർവ് ബാങ്കിൻ്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ആരാണ്? ഉഷ ജാനകിരാമനാണ്. ഓക്കെ, റിസർവ് ബാങ്കിൻ്റെ RBIയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ഉഷ ജാനകിരാമൻ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിക്കേ. സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ 2025, അതുപോലെ ഹെൽത്ത് സെക്യൂരിറ്റീസ് നാഷണൽ സെക്യൂരിറ്റി ബിൽ 2025 എന്നീ ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ച ആരാണ്? ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. ഓക്കെ, നിർമ്മല സീതാരാമനാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു ഡിസംബർ 1-ാം തീയതി മുതൽ നമ്മുടെ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 19 വരെ ഇത് നീണ്ടു നിൽക്കും. ഓക്കെ, ഡിസംബർ 19 വരെ ഇത് നീണ്ടു നിൽക്കുന്നതായിരിക്കും. ഈ ഒരു 19 ദിവസത്തിൻ്റെ ഉള്ളിൽ 15 സീറ്റിങ്ങുകളാണ് ഈ ഒരു നമ്മുടെ ശീതകാല സമ്മേളനത്തിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2-ാമത്തെ ദിവസം സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ 2025 അതുപോലെ തന്നെ ഹെൽത്ത് സെക്യൂരിറ്റീസ് നാഷണൽ സെക്യൂരിറ്റി ബില്ലുമാണ് അവതരിപ്പിച്ചത് ആരാണ്? ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ബില്ല് ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ബില്ലിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ, ഇവിടെ നോക്കിക്കേ. പുകയില ഉൽപ്പന്നങ്ങൾക്കുള്ള ചരക്ക് സേവന നികുതി, അതായത് GSTക്ക് നഷ്ടപരിഹാര സെസ് ഒഴിവാക്കുന്നതിന് പകരമായി പുതിയ കേന്ദ്ര എക്സൈസ് തീരുവ ഏർപ്പെടുത്താൻ സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ സർക്കാരിന് അധികാരം നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പുകയില ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ സിഗരറ്റ്, അതുപോലെ തന്നെ ചവയ്ക്കുന്ന പുകയില, സിഗാറ്, ഹുക്ക, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് പുകയില ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ് നോക്കിക്കേ. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യത്തെ വനിതാ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ്? ഹർമൻപ്രീത് കൗറാണ്. ഓക്കെ, ഓർത്തിരിക്കുക. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യത്തെ വനിതാ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ എന്ന് പറയുന്നത്. ഓക്കെ, PNB പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യത്തെ വനിതാ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് ഹർമൻപ്രീത് കൗറാണ് എന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഈയിടെ GI ടാഗ് ലഭിച്ച പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിൽ വിളയുന്ന പ്രശസ്തമായ ഫ്രൂട്ട് ഏതാണ്? നോക്കിക്കടാ, മാൻഡറിൻ ഓറഞ്ച് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. GI ടാഗൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈയിടെ GI ടാഗ് ലഭിച്ച പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിൽ വിളയുന്ന പ്രശസ്തമായ ഫ്രൂട്ടാണ് മാൻഡറിൻ ഓറഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന അമേരിക്കൻ നഗരം ഏതാണ്? മിയാമിയാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന അമേരിക്കൻ നഗരം അമേരിക്കയിലുള്ള ഫ്ലോറിഡയിലുള്ള മിയാമി ആണ്. ഓക്കെ, 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന അമേരിക്കൻ നഗരം ഏതാണ്? മിയാമിയാണ്. ഓക്കെ, 2025 ഡിസംബറിൽ അന്തരിച്ച എഴുത്തുകാരി ആരാണ്? B സരസ്വതിയാണ്. ഓക്കെ, 2025 ഡിസംബറിൽ അന്തരിച്ച എഴുത്തുകാരി B സരസ്വതി. ഓക്കെ, ഇത് നമ്മുടെ കാരൂരുണ്ടല്ലോ, കാരൂർ നീലകണ്ഠപിള്ള. ഓക്കെ, നീലകണ്ഠപിള്ളയുടെ മകളാണ് കേട്ടോ ഈ B സരസ്വതി എന്ന് പറയുന്നത്. ഓക്കെ, 2025 ഡിസംബറിൽ അന്തരിച്ച എഴുത്തുകാരി B സരസ്വതിയാണ്. കാരൂർ നീലകണ്ഠപിള്ളയുടെ മകളായിരുന്നു എന്ന് ഓർക്കുക. ഓക്കെ,
ഇനി നമുക്ക് കായികം സ്പോർട്സിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പരിശീലന സ്ഥാനം രാജിവെച്ച മുഖ്യ പരിശീലകൻ ആരാണെന്ന് ചോദിച്ചാൽ ഹരേന്ദ്ര സിംഗ് ആണ്. ഓക്കെ, ഹരേന്ദ്ര സിംഗ് ആണ് ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പരിശീലന സ്ഥാനം രാജിവെച്ച മുഖ്യ പരിശീലകൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നോക്കാം. ലോക അത്ലറ്റിക് ഫെഡറേഷൻ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാര ജേതാക്കൾ. ഓക്കെ, ലോക അത്ലറ്റിക് ഫെഡറേഷൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അത് ആദ്യത്തേതെന്ന് പറയുന്നത് സ്വീഡൻ്റെ പോൾ വാൾട്ട് ഇതിഹാസം എന്നറിയപ്പെടുന്ന അർമാൻഡ് ഡുപ്ലാൻറ്റിസിനാണ്. ഓക്കെ, അർമാൻഡ് ഡുപ്ലാൻറ്റിസ്, പേര് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. അർമാൻഡ് ഡുപ്ലാൻറ്റിസ്, സ്വീഡൻ്റെ പോൾ വാൾട്ട് എന്നറിയപ്പെടുന്ന, സ്വീഡൻ്റെ പോൾ വാൾട്ട് ഇതിഹാസം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അർമാൻഡ് ഡുപ്ലാൻറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തയാളാണ് സിഡ്നി മാക്ലോക്ലി. ഓക്കെ, സിഡ്നി മാക്ലോക്ലി ലെവ്റോൺ, അമേരിക്കയുടെ വനിതാ ട്രാക്ക് വിസ്മയം എന്നാണ് അറിയപ്പെടുന്നത്. അമേരിക്കയുടെ വനിതാ ട്രാക്ക് വിസ്മയം എന്നറിയപ്പെടുന്ന സിഡ്നി മക്ലോക്ലി ലെവ്റോണും അതുപോലെ തന്നെ സ്വീഡൻ്റെ പോൾ വാൾട്ട് ഇതിഹാസമായ അർമാൻഡ് ഡുപ്ലാൻറ്റിസുമാണ് ലോക അത്ലറ്റിക് ഫെഡറേഷൻ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം 2025 നേടിയത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ദിവസത്തെ കറണ്ട് അഫെയർ ആയിട്ട് ഓർക്കേണ്ടത്. ഇതിൽ ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും നൽകി നമ്മൾ സമയം കൂടുതൽ എടുക്കുന്നൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് പറഞ്ഞു പോയി ഈ ഒരു രീതിയിൽ തീർക്കുന്നത് തന്നെയായിരിക്കും നമ്മുടെ കറണ്ട് അഫെയർ വരും ദിവസങ്ങളിലൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും താങ്ക് യു.